ഇന്നൊട്ടും വയ്യാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അതും പീരിയഡ്സ് ഡേ. അപ്പോൾ പിന്നെ പറയണ്ട, അടിപൊളി. ഇന്ന് എന്തായാലും നല്ല ലേറ്റായിട്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. മക്കൾക്ക് സ്കൂളിലായിരുന്നു. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ കിട്ടുന്നൊരു സുഖം നല്ല രസമാണ്. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. എല്ലാ ദിവസവും നമ്മളിങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. അപ്പം ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറച്ചൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെന്ന് വെച്ചൊന്നും വരാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബ്രെഡും ജാമും ആയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് വയറൊക്കെ നിറഞ്ഞോളും. നമ്മൾ കുറച്ചധികം കഷ്ടപ്പെടാതെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിലെങ്കിലും നമുക്കൊരു റെസ്റ്റൊക്കെ വേണ്ടേ. പണ്ടത്തെ പോലെ അധികം ഇപ്പം അങ്ങനെ റെസ്റ്റ് ഇല്ല. പീരീഡ്സ് ഡേയിലും എല്ലാ പണികൾക്കും പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ എനിക്കെന്തോ കുറച്ചൊന്ന് റെസ്റ്റ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ രാവിലെ എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ബ്രെഡും ജാമും ഒക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ മക്കളും എഴുന്നേറ്റിട്ടുണ്ട്. അവർ പിന്നെ എന്നെ പോലെ തന്നെ എന്ത് കിട്ടിയാലും അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. അവർക്ക് ഇന്നത് വേണം അത് വേണം അങ്ങനെയൊന്നും നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ അവർക്കും അത് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്കിന്ന് ആനുവൽ ഡേ ആയതുകൊണ്ട് രണ്ടുപേർക്കും തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും സ്കൂളിൽ വിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കൊണ്ടായിരിക്കണം, എല്ലാവർക്കും ഉണ്ട് ഒരു ചുമ, ജലദോഷം. വന്നു കഴിഞ്ഞാൽ മാറാത്ത രീതിക്ക് നമ്മൾ എത്ര മെഡിസിൻ എടുത്തിട്ടും അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇന്ന് പോയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഈ അടുത്ത ഉത്സവം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ഷീണം, അതിൻ്റെ ഓരോ ഒതുക്കൽ പിടിക്കൽ, അങ്ങനെ ഓരോ പണികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീവ് കിട്ടിയ ദിവസം അതൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള ഒരു എനർജി ലെവൽ കണ്ടപ്പോൾ ഞാൻ കരുതി ഇന്നൊന്നും പറ്റില്ല എന്ന്. പക്ഷെ അവിടെ നിന്ന് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കരുതി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് ഈ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ കുറച്ച് OCDൻ്റെ ലെവൽ കൂടുന്നൊരവസ്ഥയാണ്. എനിക്ക് എപ്പോഴും എല്ലാം നന്നായിട്ട് ക്ലീനായിട്ട് കിടക്കണം. എന്തോ ആ ഒരു സമയത്ത് എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. അതുമാത്രമല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, തീരെ വയ്യാതെ നടുവൊക്കെ ഒടിഞ്ഞ് കിടന്നാലും ആ സമയത്ത് ഞാൻ ചില സമയത്ത് ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ അങ്ങ് ഇറങ്ങിയേക്കും. ഇന്നിപ്പോൾ ഒരു കാര്യമില്ലാതെ മാറ്റൊക്കെ എടുത്ത് അലക്കി. പിന്നെ ഞാൻ ചിന്തിച്ചു ഇന്നിപ്പോൾ ഞാൻ എന്തിനാ അത് ചെയ്തതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. പക്ഷെ എന്നാലും എനിക്ക് ആ സമയത്ത് ക്ലീനിങ് കുറച്ച് കൂടുതലാണ്. PCOD ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ മന്തും നമുക്ക് ഇറഗുലർ പീരീഡ്സ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര പെയിനായിരിക്കും, നടുവൊക്കെ പൊട്ടുന്ന പോലെ ഉണ്ടാവും. എന്നാലും ആ സമയത്ത് എനിക്കിങ്ങനെ കുറേ പണി എടുത്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എടുത്തുകൊണ്ടിരിക്കണം, എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീരെ പൊന്തത്തുമില്ല. അങ്ങനെ ലഞ്ച് ഉണ്ടാക്കേണ്ട പണിയിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കുറച്ച് വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മോൾ കുറേ ദിവസമായി ചെമ്മീൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ കണ്ടപ്പോൾ അത് തന്നെ മേടിച്ചു. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതേ വിചാരിച്ചുള്ളൂ. എനിക്കിങ്ങനെ ഭയങ്കര സ്പൈസി ആയിട്ട് ഈ തേങ്ങ അരച്ച മീൻകറിനേക്കാളൊക്കെ എനിക്ക് കുറച്ച് മുളകിട്ട മീൻകറി, കുറച്ച് എരിവ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത്. അതുമാത്രമല്ല, എനിക്ക് നന്നായിട്ട് കുറച്ച് ഐറ്റംസോട് കൂടിയൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു പച്ചക്കായ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തിട്ടു. ഒരു രസമല്ലേ, എന്തെങ്കിലുമൊക്കെ കിടക്കട്ടെ എന്ന് കരുതി എന്തൊക്കെയോ കാട്ടി. എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് കറി അങ്ങോട്ട് സെറ്റാക്കി. ഞാൻ ഈ അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോള് കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര ഹെൽപ്പ് ചെയ്താലും ചില സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ദേഷ്യം വരാനുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, എനിക്ക് ഡേറ്റ് എടുത്ത് കഴിഞ്ഞാലും ആയാലും ഭയങ്കര ദേഷ്യമായിരിക്കും. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ വല്ലാതെ ചീത്ത പറയും. അതിനൊക്കെ എപ്പോഴും ഇരകളാവുക മക്കൾ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ കൂടെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ കറി ഒരുവിധം സൈഡിലായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി അതും സെറ്റാക്കി. രാവിലെ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡിയാക്കിയിട്ട് കഴിക്കാനുള്ളൊരു തിരക്കിലായിരുന്നു. അത് മാത്രമല്ല, എന്തെങ്കിലും കഴിച്ച് എവിടെയും കിടന്നു കഴിഞ്ഞാൽ പിന്നെ തല പൊന്തോന്നുള്ള ഉറപ്പും ഇല്ലായിരുന്നു. എനിക്കെപ്പോഴും ഉണ്ടാവും ഈ ഡേറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മൈഗ്രെയിനൊക്കെ വരും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇലയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത് എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കഴിക്കുക. ഇത് മോൾക്ക് ചെമ്മീൻ പൊരിച്ചത് വേണമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇറുക്കളൊക്കെ കുത്തി കയറ്റി വെച്ചതാണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും ചെമ്മീൻ വളഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ വളയാതെ നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷെ എന്നിട്ടും വളഞ്ഞു പോയി. അപ്പം ഞാൻ കരുതി എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്ത്, അല്ലാതെ തന്നെ കഴിക്കണമായിരുന്നു നല്ലതെന്ന്. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല, സാധാരണ കഴിക്കുന്ന പോലെ തന്നെ. പക്ഷെ മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് അടിപൊളി ടേസ്റ്റ് ആണല്ലോ എന്നൊക്കെ അവരെ വിചാരം ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ അത് വേറെ സാധനമാണെന്നാണ് അവരെ വിചാരം. അങ്ങനെ മേലൊക്കെ കഴുകി അപ്പോഴേക്കും പുറത്തും ഊരയിലൊക്കെ വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോളെ കൊണ്ട് കുറേ നേരം മസാജൊക്കെ ചെയ്യിച്ചു. അപ്പോഴേക്കും എൻ്റെ മൂഡ് മാറി തുടങ്ങി. വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൂഡും കാര്യങ്ങളൊക്കെ പോയി. എനിക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കരുതി മതി, ഇനി ഇവിടെ നിർത്താം. അങ്ങനെ കുറേ നേരം കിടന്നുറങ്ങി. എത്ര നേരം ഉറങ്ങിയെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഈ കാണുന്നത് രാത്രിയാണ്. രാത്രി ഇവർ ഈ കാർട്ടൂൺ കാണുമ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെ ഇങ്ങനെ കണ്ടിരുന്നു. പക്ഷെ തീരെ വയ്യ, സൈഡായിട്ടുണ്ട്. വേണ്ടാത്ത പണിക്ക് പോയിട്ടാണ്, ഒരു കാര്യമില്ല, ചുമ്മാ അവിടെ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ തോന്നി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും മോളെ വിളിച്ചു കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് പുറമൊക്കെ ഒഴിച്ചു. കാരണം നല്ല ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ വേഗം കിടന്നുറങ്ങി. അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, കാരണം ആകെ ഡൗണായി. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Tata, thanks for watching.